Hello guys, welcome to my channel, Mr. Chef. അടുത്ത കാലത്ത് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടിനെന്റൽ സോസ് ആണ് മയണൈസ്. മയണൈസ് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാന്നുള്ളത് കുറെ പേർക്കെങ്കിലും നമ്മളുടെ നാട്ടിൽ അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളുടെ ചാനലിലൂടെ എങ്ങനെ നമ്മളുടെ വീട്ടിൽ മയണൈസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന്. നമ്മൾ എപ്പോഴും ചെയ്തിട്ടൊരു കാര്യമുണ്ട്, മാക്സിമം നമ്മൾ ഹോം മെയ്ഡ് ഐറ്റംസ് കഴിക്കുന്നത് ഒരു ശീലമാക്കുക. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പല ഐറ്റംസിനകത്തും നമ്മൾക്കറിയാവുന്ന മാതിരി പലധികം കെമിക്കൽസ് ഉണ്ട്, അതുമാതിരി അഡിറ്റീവ്സ് ഉണ്ട്. ടേസ്റ്റ് കൂട്ടാനായിട്ട് വളരെയധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി എന്നാൽ നമ്മുടെ വീട്ടിൽ വളരെയധികം ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വിതിൻ 1 മിനിറ്റിൽ നമുക്ക് എങ്ങനെ മയണൈസ് ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറായാലും കുഴപ്പമില്ല. ഞാനിന്ന് എളുപ്പത്തിന് വേണ്ടി ഹാൻഡ് ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു മുട്ട ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കേണ്ടത് കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ് ആണ്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഡീജൺ മസ്റ്റാർഡ് ആണ്. ഇപ്പം ഡീജൺ മസ്റ്റാർഡ് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റാർഡ് പേസ്റ്റ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. അപ്പം ഞാനൊരു ഫുൾ സ്പൂണ് മസ്റ്റാർഡ് പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 3 സ്പൂൺ വിനെഗർ ഒഴിക്കണം. ഇപ്പം ഞാനിന്ന് ഉപയോഗിക്കുന്നത് ആപ്പിൾ സൈഡർ വിനെഗറാണ്. ആപ്പിൾ സൈഡർ വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ വിനെഗർ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിനെഗർ ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരും. ആപ്പിൾ സൈഡർ വിനെഗർ വളരെയധികം നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ 3 സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഉപയോഗിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ കോൺ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. അപ്പം ഞാനിന്നൊരു 300 ml സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നത് ഇമൾസിഫിക്കേഷൻ എന്നാണ്. നമ്മളുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് ഹൈ RPM കറങ്ങി ഇതിനെ ഫോഴ്സ് ചെയ്ത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഇമൾസിഫിക്കേഷൻ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ക്രഷ് ചെയ്ത പെപ്പർകോൺ ഇതിലേക്ക് ഇടാം. നമുക്ക് സോൾട്ട് പെപ്പർ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതുമാതിരി തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മയണൈസ് ബീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. നല്ല തിക്കായി കഴിയുമ്പോൾ, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ തന്നെ നമുക്കത് നിർത്താം. നമ്മളുടെ മയണൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. Now we have the final product, homemade mayonnaise. Guys, നമ്മളുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ, കുറച്ച് ഐഡിയാസ് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുക്കുക. അതുമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.